നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി നായകനായിട്ട് വരുന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. വളരെ പ്രത്യേകതയുള്ള വീഡിയോ എന്ന് പറയേണ്ട കാര്യമില്ല. സ്ഥിരമായിട്ട് മമ്മൂട്ടി സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ വളരെയധികം അത് കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ കാര്യം എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഗൗതം മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം. ആ സിനിമ ഈ 23-ാം തീയതി, അതായത് 2 ദിവസം കഴിയുമ്പോൾ റിലീസ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും അതിന്റെ പ്രൊമോഷൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ കാണുകയുണ്ടായോ? ഇപ്പോൾ ഈ ചാനലുകളിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുന്ന പ്രൊമോഷൻ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. അതല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രൊമോഷൻ ആണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഈ സിനിമയെ കാണണമെന്ന് ആഗ്രഹിപ്പിക്കുന്ന രീതിയിൽ, പ്രേക്ഷകനെ അതിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് കാണാൻ സാധിച്ചു ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ആകെ ഈ സിനിമയെക്കുറിച്ച് കാണാൻ സാധിച്ചത്, ഇതിന്റെ ഒരു ടീസറും ട്രെയിലറും പുറത്തു വന്നിരുന്നു. അത്ര ഗംഭീരമെന്നൊന്നും എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ടീസർ വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് ആ സിനിമയെക്കുറിച്ച്. അതിനുശേഷം ട്രെയിലർ വന്നപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നല്ലാതെ ഒരു ഈ സിനിമ നിങ്ങൾ കാണൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടീസറായിട്ട് എനിക്ക് തോന്നിയില്ല. കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് വരാം, ടിക്കറ്റ് എടുക്കാം, കാണാം എന്നുള്ള ഒരു മനോഭാവത്തിലൂടെയുള്ള ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല, പോസ്റ്ററുകൾ ഇപ്പോൾ ഈ ആഴ്ച തിയേറ്റർ റോഡുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പോസ്റ്ററുകളും നേരത്തെ തന്നെ നമ്മൾ ഓൺലൈനിൽ കണ്ട ആ ഒരു സംഭവം തന്നെയാണ്. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് പോസ്റ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവിടെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമില്ല. കുറച്ച് കളറിംഗ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു തോന്നൽ തരുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരുവിധ പ്രൊമോഷനോ അല്ലെങ്കിൽ കയറി കാണണമെന്ന് ജനങ്ങളെ നമുക്കുണ്ടാവുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ, ആ ഒരു സംഭവം കൊടുക്കുന്നില്ല. ഒരു മമ്മൂട്ടി ചിത്രമാണ്, തീർച്ചയായിട്ടും പടം കാണണമെന്നുണ്ടെങ്കിൽ വലിയ പ്രൊമോഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആളുകൾ കയറും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഫസ്റ്റ് ഡേ ഉണ്ടാവുന്ന ആ ഒരു തള്ളിക്കയറ്റം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു തള്ളിക്കയറ്റം, അത് ഇവിടെ കാണാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. തീർച്ചയായിട്ടും പ്രൊമോഷൻ അല്ല ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്. വലിയ പ്രൊമോഷനിൽ വന്ന സിനിമകളൊക്കെ പലതും മൂക്കുകുത്തി വീണത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2024-ലും അതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ പ്രൊമോഷൻ അല്ല ഒരു സിനിമയെ ഹിറ്റാക്കുന്നതോ അത് പരാജയപ്പെടുത്തുന്നതോ. പക്ഷെ ഒരു സിനിമയ്ക്ക് ഇനിഷ്യൽ കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രൊമോഷൻ കൂടിയേ തീരും. മാത്രമല്ല, ഇപ്പോഴത്തെ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ പോലെ 100 ദിവസം 150 ദിവസം ഒന്നും ഓടുന്ന പരിപാടിയേ ഇല്ല. ഇപ്പോൾ ആകെ 2ാം വാരം ഓടിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമ സാമ്പത്തികമായിട്ട് ലാഭമായി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു 20 ദിവസം 25 ദിവസമൊക്കെ മാക്സിമം ഓടുകയുള്ളൂ. അതല്ല, വലിയ ഹിറ്റാവുന്ന പടങ്ങളാണ് ഒരു 50 ദിവസത്തിലേക്കൊക്കെ എത്തുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് കുറച്ച് ദിവസം കൊണ്ട് മാക്സിമം പൈസ കോരുക എന്നുള്ളൊരു രീതിയിലേക്ക് സിനിമ മാറിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രൊമോഷൻ കൂടിയേ തീരൂ ഏതൊരു സിനിമയ്ക്കും ഈ പറഞ്ഞ ചെറിയ കാലയളവിനുള്ളിൽ ലാഭം ഉണ്ടാക്കാനായിട്ട്. മമ്മൂട്ടി പടമാണ്, തീർച്ചയായിട്ടും ഇതിന് ബഡ്ജറ്റ് കുറവാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 15 കോടിക്ക് താഴെ മാത്രമാണ് ഈ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ശരാശരി അഭിപ്രായം കിട്ടിയാൽ പോലും സിനിമ സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇനി അതല്ല, ഇതിന്റെ ബിസിനസ് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മമ്മൂട്ടി ചിത്രമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അതിന്റെ OTT സാറ്റലൈറ്റ് റേറ്റുകളൊക്കെ തന്നെ സംസാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞത് അതൊരു 20 കോടിയെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. അതായത് സിനിമ റിലീസിന് മുമ്പ് തന്നെ ടേബിൾ പ്രോഫിറ്റ് ആയി മാറിയ ഒരു സിനിമയായിരിക്കും ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇനി അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വെറുതെ സംശയിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒരു സിനിമ സാമ്പത്തികമായിട്ട് മാത്രമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ അവരെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ്. ഇനി തിയേറ്ററിൽ നിന്ന് ഓടി ഒരു 2 രൂപ കിട്ടിയാൽ പോലും അത് എക്സ്ട്രാ ഇതായിട്ട് മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ.
പരാജയപ്പെട്ടാലും അവരെ സംബന്ധിച്ച് വലിയ വിഷയമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രൊമോഷനൊക്കെ മതി. കാരണം ഇനി പ്രൊമോഷന് വേണ്ടി കൂടുതലൊക്കെ പൈസ ചെലവാക്കേണ്ട കാര്യമില്ല എന്ന് അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഓൾറെഡി പ്രോഫിറ്റ് ആയ പടമാണ്, ഇനി എന്ത് കിട്ടിയാലും ലാഭം എന്നുള്ളൊരു കാര്യത്തിൽ നിൽക്കാം. അതല്ല, ഈ സിനിമ ജനങ്ങൾ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മമ്മൂട്ടി സിനിമകളുടെ എല്ലാം പ്രൊമോഷൻ വളരെയധികം മോശമാണ്. മാത്രവുമല്ല, ഈ ഒരു സിനിമ അതിനേക്കാൾ മോശമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സിനിമ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് കേൾക്കുക, സിനിമയുടെ പ്രൊമോഷൻ മോശമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് സാധാരണയായിട്ട് മമ്മൂട്ടി സിനിമകളുടെ റിലീസിംഗ് ഡേറ്റ് അത്ര വലിയ മികച്ച ടൈമിലൊന്നുമല്ല കൊണ്ടുപോയി കൊടുക്കാറ്. എല്ലാവരും സിനിമ കാണൽ നിർത്തുന്ന ടൈമിൽ കൊണ്ടുപോയിട്ടായിരിക്കും സാധാരണയായിട്ട് മമ്മൂട്ടി സിനിമകൾ റിലീസ് ചെയ്യിപ്പിക്കാറ്. ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. വലിയ വെല്ലുവിളികൾ ഒരു ഭാഗത്തു നിന്നും തന്നെ ഇല്ല. വലിയ സിനിമകളൊന്നും തന്നെ ഇപ്പോൾ ഓടുന്നില്ല. ജനങ്ങൾ തിയേറ്ററുകളിൽ പോകുന്ന ഒരു സമയവുമാണ്. നല്ല ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു കോമഡി പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആൾ കയറാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഈ ജനുവരി 23 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി സിനിമ ആ ഒരു രീതിയിലൂടെയാണോ അവർ നോക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം വേറെ വെല്ലുവിളികൾ ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ പ്രൊമോഷന് കാശ് കൊടുക്കേണ്ട, ഈ ഒരു രീതിയിൽ പോട്ടെ, പടം ജനങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, അതനുസരിച്ചിട്ട് പടം കയറി വരും എന്നാണോ അവർ കരുതുന്നതെന്ന് അറിയത്തില്ല. പിന്നെ പ്രൊമോഷൻ സിനിമ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷന്റെയും ആവശ്യമില്ല. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ അതിന്റെ റിവ്യൂസും തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതൊരു നല്ല പടമാണ് എന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ഷോകളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് രാത്രിയിലേക്കുള്ള ഷോകളിലേക്ക് വരുമ്പോൾ തന്നെ സിനിമ സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് എത്തും. ഓൾ കേരള ഹൗസ്ഫുൾ ഷോസ് നമുക്ക് കാണാൻ സാധിക്കും. മമ്മൂട്ടി പടമാണ്. മാത്രമല്ല, കുറെ കാലമായിട്ട് മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം തന്നെ ജനങ്ങളെ പ്രത്യേക രീതിയിൽ ആനന്ദിപ്പിക്കുന്ന സിനിമകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു നോർമൽ സിനിമകൾക്ക് കാണുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് കാര്യങ്ങളൊന്നുമല്ല മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കാണാറ്. ഈ സിനിമയുടെ കാര്യത്തിലും അത് തന്നെയാണ് തോന്നുന്നത്. ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത് അത് തന്നെയാണ്. ഒരു ഷെർലക് ഹോംസിന്റെ ഒരു രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ നേരത്തെയും അത് തന്നെയാണ് പറഞ്ഞത്. അതൊരു കോമഡി പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു സിനിമയാണെന്നും കൂടി നേരത്തെ തന്നെ കേട്ടിരുന്നു. ഇനി അറിയേണ്ടത് 23-ാം തീയതി പടം റിലീസ് കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് അഭിപ്രായം വരേണ്ടത് എന്നാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യം ഞാൻ എഴുതി തരാം. ഇപ്പൊ നേരത്തെ ഞാൻ ഇങ്ങനെ മറ്റേ ദുൽഖറിന്റെ പടം പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ആ പടം ഹിറ്റായി കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ വന്ന് കുറെ തെറി വിളിക്കുന്നത് കേട്ടു. പക്ഷെ ഇതും അങ്ങനെ തെറി വിളിക്കുമായിരിക്കും. എന്ത് തന്നെയാലും ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ ഒരു സിനിമ നിങ്ങൾ ഓൺലൈനിൽ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നവരോട് ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് പോകേണ്ട കാര്യമുണ്ടാവില്ല. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. കാരണം അതിനുള്ള പ്രൊമോഷൻ മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഷോ ഇറങ്ങി കഴിയുമ്പോൾ വലിയ പോസിറ്റീവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഷോയ്ക്ക് നിങ്ങൾ ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളൊരു കാര്യം കൂടി പറയാം. പക്ഷെ ഇത് തന്നെയാണ് ഞാൻ അന്ന് ലക്കി ഭാസ്കർ ഇറങ്ങിയപ്പോഴും പറയാം, യാതൊരു പ്രൊമോഷനുമില്ല, ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ആ സിനിമയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ പോയി കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് പോയി കണ്ടത്. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയായിരിക്കും പോയി കണ്ടത്. പക്ഷെ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഹിറ്റായി. പിന്നീട് രാത്രിയിലേക്കൊക്കെ ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് ഏരിയയിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതി ഇതിനകത്തും വരാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയാലും ഫസ്റ്റ് ഷോയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ പോയാലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഈ ഒരു സിനിമയ്ക്ക് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഒരു 40 മുതൽ 50% വരെ ഒക്യുപ്പൻസി മാത്രമേ ഫസ്റ്റ് ഷോയ്ക്ക് കാണത്തുള്ളൂ. ബാക്കിയുള്ള ഷോയ്ക്കൊക്കെ നല്ല രീതിയിൽ പടം ഹിറ്റാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കയറി പോകാനും സാധ്യതയുണ്ട്.